Hi, welcome to Dhanya's classes. ഇത് നമ്മൾ ചെറിയൊരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പാർട്ട്നേഴ്സിൻ്റെ അഡ്മിഷൻ ടൈമിൽ ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്ന പാർട്ട്ണർക്ക് ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് അവർ ഇത് ചെയ്യും. അങ്ങനെ പറയും, ഗ്യാരണ്ടി ആയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഇത്ര പ്രോഫിറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരിക്കും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലമാണിത്. ഇത് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ സ്പ്രിംഗ് ആൻഡ് ലിവർ ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1. അപ്പോൾ സ്പ്രിങ്ങും ലിവറും നല്ല 2 പാർട്ട്നേഴ്സ് അവർ 2:1 പ്രോഫിറ്റ് അവരുടെ ഷെയർ ചെയ്യുന്നത്. ദേ അഡ്മിറ്റ് ക്രെയിൻ ആസ് പാർട്ട്ണർ വിത്ത് 1/4 ഷെയറിങ് പ്രോഫിറ്റ്. അവർ ക്രെയിനെ എന്ന് പറഞ്ഞ ഒരു പാർട്ട്ണറിന്റെ പേര് ക്രെയിന് 1/4 ഷെയർ കൊടുത്തിട്ട് അവർ അഡ്മിറ്റ് ചെയ്തു. ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് എത്രയാണ്? 60,000 rupees ആണ് അവർ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ്. അത്രയെങ്കിലും നിങ്ങൾക്ക് തരാം എന്നാണ് പറയുന്നത്. പിന്നെ ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഫോർ ദ ഇയർ എൻഡിങ് December 31 1,80,000 rupees ആണ് പ്രിപ്പയർ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡ്രോ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് ആണല്ലോ 60,000. ആദ്യം തന്നെ ഇദ്ദേഹത്തിന് എത്ര പ്രോഫിറ്റ് നമുക്ക് ആക്ച്വലി കിട്ടുമെന്ന് നോക്കാം. ഈ റേഷ്യോ വെച്ചിട്ട് എത്ര കിട്ടുമെന്ന് നോക്കാം. അപ്പൊ ക്രെയിന് 1,80,000 ഓക്കെ മൾട്ടിപ്ലൈഡ് ബൈ 1/4. 1,80,000 മൾട്ടിപ്ലൈഡ് ബൈ 1/4. അപ്പൊ എത്ര ഇയാൾക്ക് കിട്ടും? 4 times ബാലൻസ് 2 5 45,000 rupees ആണ് നമ്മുടെ ക്രെയിന് കിട്ടാം. ഈ ക്രെയിനുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വെച്ചിട്ട് 45,000 ആണ് കിട്ടാം. ശരിക്കും എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 60,000 ആണ് ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രെയിന് ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് എത്രയാണ്? ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് 60,000 rupees. അപ്പൊ ബാലൻസ് എത്രയും കൂടി ഇയാൾക്ക് കിട്ടണം? 60,000 മൈനസ് 45,000. ബാലൻസ് 50,000 കൂടി ഇയാൾക്ക് കിട്ടണം. ഓക്കെ, 15,000 rupees കൂടി ഇയാൾക്ക് കിട്ടണം. ഈ 15,000 rupees ആരൊക്കെ കൊടുക്കും? സ്പ്രിങ്ങും ലിവറും കൂടി ചേർന്ന് കൊടുക്കണം. ഇപ്പൊ ഇതില് പ്രത്യേകിച്ച് ഒരു സ്പെസിഫൈ ചെയ്തിട്ട് ഒരു ഇന്ന പാർട്ട്ണർ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഒന്നില്ലെങ്കിൽ സ്പ്രിങ് ബെയർ ചെയ്യുന്ന ലിവർ ബെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പാർട്ട്ണർ മാത്രമാണ് അത് ബെയർ ചെയ്യുള്ളൂ. ഇതിപ്പോ ഒന്നും പറയാത്ത സ്ഥിതിക്ക് രണ്ടുപേരും കൂടിയിട്ട് ആ എമൗണ്ട് ബെയർ ചെയ്യണം. അപ്പൊ ഈ 15,000 rupees എങ്ങനെയാണ് നമുക്ക് അവര് ഷെയർ ചെയ്യാൻ നോക്കാം. സ്പ്രിങ്ങിന്റെ എത്രയാണ് അയാളുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ? 2:1. അപ്പൊ നമുക്ക് 15,000 മൾട്ടിപ്ലൈഡ് ബൈ 2:1 എന്ന് പറഞ്ഞാൽ 2/3. 5 times. അപ്പൊ ഇയാള് 10,000 rupees നമ്മുടെ സ്പ്രിങ് ബെയർ ചെയ്യും. അതുപോലെ തന്നെ ഇനി ലിവർ ആണല്ലോ ഉള്ളത്. ലിവർ എത്ര റുപ്പീസ് ബെയർ ചെയ്യും? ഈ 15,000 തന്നെ 1/3. 2:1 ആണല്ലോ. ഗെയിൻ 5. അപ്പൊ ലിവറിന്റെ കയ്യിൽ എത്ര എടുക്കും? ലിവറിന്റെ കയ്യിൽ നിന്ന് 5,000 സ്പ്രിങ്ങിന്റെ കയ്യിൽ നിന്ന് 10,000 ആണ് നമ്മൾ എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് പിന്നെ പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പൊ നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതും കൂടി എങ്ങനെയാണെന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ചെയ്യാം. അപ്പൊ ക്രെയിനെ എന്ന് നമ്മുടെ സ്പ്രിങ്ങിനെ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് കേട്ടോ കണ്ടുപിടിക്കുന്നത്. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓക്കെ, അപ്പൊ സ്പ്രിങ്ങിന് എത്രയാണ്? 2/3 ആണ് സ്പ്രിങ്ങിന്റെ ഓർഡർ റേഷ്യോ. സ്പ്രിങ്ങിന് 2/3 ഓഫ് റിമൈനിങ്. എത്രയുണ്ട് റിമൈനിങ്? ക്രെയിന് നമ്മൾ 1/4 കൊടുത്തു. ക്രെയിന് നമ്മൾ എത്രയാണ് കൊടുത്തത്? 1/4 അവര് കൊടുത്തു, സ്പ്രിങ്ങും ലിവറും കൂടിയിട്ട്. അപ്പൊ റിമൈനിങ് എത്രയുണ്ട്? റിമൈനിങ് എത്ര പോർഷൻ ഉണ്ട്?
totally 1 minus 1 by 4 equal to cross multiplication 4 into 1 4 minus 1 by 4 equal to എത്ര പോർഷൻ കൂടി റിമൈനിങ് ഉണ്ട് 3/4 പോർഷൻ കൂടി റിമൈനിങ് ഉണ്ട് അതായത് സ്പ്രിങ്ങിനും ലിവറിനും കൂടി 3/4 ആണുള്ളത് ഇനി അത് ഇങ്ങനെ മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ഇങ്ങനെ ആലോചിച്ച് നോക്കാം നമ്മുടെ ലിവർ 1/4 നമ്മുടെ ക്രെയിനിന് കൊടുത്തു ബാലൻസ് ഉള്ളത് 3/4 അങ്ങനെ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാലും മതി അപ്പൊ 2/3 ഓഫ് റിമൈനിങ് 3/4 അതായത് ക്രെയിനിന് 1/4 കൊടുത്തു ബാലൻസ് ഉള്ളത് 3/4 അപ്പോ ഓഫ് റിമൈനിങ് എന്ന് പറയുമ്പോൾ t/3 ഓഫ് റിമൈനിങ് മൾട്ടിപ്ലൈഡ് ബൈ 3/4 അപ്പൊ എങ്ങനെയാണ് ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ വിത്ത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വിത്ത് ഡിനോമിനേറ്റർ 2 multiplied by 3 6/12 ഇതാണ് നമ്മുടെ സ്പ്രിങ്ങിന്റെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അതുപോലെ തന്നെ നമ്മുടെ ക്രെയിനോ ക്രെയിൻ അല്ല അത് ന്യൂ പാർട്ട്ണർ ആണ് ലിവറിന്റെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ് 1 അല്ലെ അപ്പൊ 1/3 ഓഫ് റിമൈനിങ് 1/3 ഓഫ് റിമൈനിങ് 3/4 അതായത് 1/4 ക്രെയിന് കൊടുത്തു ബാലൻസ് ഉള്ള 3/4 1/3 അപ്പൊ 1/3 ഓഫ് റിമൈനിങ് multiplied by 3/4 multiply numerator with numerator and denominator with denominator അപ്പൊ എത്ര 3/12 6/12 ഇതിനെ നമുക്ക് ഒന്നുകൂടി കട്ട് ഓഫ് ചെയ്യാലോ 4 times 1/4 ഇതിനെ നമുക്ക് കട്ട് ഓഫ് ചെയ്യാം 1 അല്ലെങ്കിൽ വേണ്ട ഇങ്ങനെ വേണ്ട വേറെ ഒരു ടൈപ്പിൽ ചെയ്തുതരാം അപ്പൊ 6/12 3/12 ആണ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഇനി ക്രെയിന്റെ നമ്മൾ എത്ര പറഞ്ഞിരിക്കുന്നത് ക്രെയിന്റെ 1/4 ആണല്ലോ ക്രെയിന് കിട്ടാം അപ്പൊ നോക്കിയേ സ്പ്രിങ്ങിന്റെ ഡിനോമിനേറ്റർ 12 അതുപോലെ ലിവറിന്റെ 12 അപ്പൊ നമുക്ക് ക്രെയിൻ എന്ത് ചെയ്യണം ഇതിനും അതേ 12 തന്നെ കൺവേർട്ട് ചെയ്യാം അപ്പൊ 4 multiplied by 3 ചെയ്താലാണോ 12 കിട്ടുക അപ്പൊ ഡിനോമിനേറ്ററിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യും അപ്പൊ 3/12 അപ്പൊ അവിടെ എത്രയും ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ് എന്നാലാണ് നമുക്ക് റേഷ്യോസ് നമുക്ക് ഇത് ചെയ്യാൻ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അവരുടെ ന്യൂ പ്രോഫിറ്റ് റേഷ്യോ എത്രയാണ് 6/12 3/12 3/12 ഡിനോമിനേറ്റേഴ്സ് സെയിം ആണല്ലോ അപ്പൊ നമുക്ക് എന്ത് എഴുതാം 6:3:3 അല്ലെങ്കിൽ 6 + 3 9 9 + 3 12 അങ്ങനെ എഴുതാം ഇത് 3 3 ഡിവിസിബിൾ ആണ് കട്ട് ചെയ്യാൻ പറ്റും 2:1:1 ഇതാണ് അവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇനി നമുക്ക് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഓക്കെ അപ്പൊ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഇവിടെയാണ് എഴുതുക അല്ലെ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ വരും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുമ്പോൾ ബൈ നെറ്റ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ 1,80,000 rupees ഇനി ഇതെങ്ങനെയാണ് അവര് പ്രോഫിറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത് ആദ്യം തന്നെ ടു സ്പ്രിങ്ങിന് എത്ര കിട്ടാ 1,80,000 multiplied by 2/4 1,80,000 multiplied by 2/4 അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാ 90,000 കിട്ടും ഇനി അയാളുടെ എത്ര കട്ട് ഓഫ് ചെയ്യും ഗ്യാരണ്ടീഡ് എമൗണ്ട് കൊടുക്കാനായിട്ട് എത്ര സ്പ്രിങ്ങിന്റെ കട്ട് ഓഫ് ചെയ്യും 10,000 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് മൈനസ് guaranteed profit to liver liver അല്ല ക്രെയിൻ എത്രയാണ് 10,000 ഇയാളുടെ കട്ട് ഓഫ് ചെയ്യും ബാലൻസ് 80,000 നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതും സെയിം വേ ടു ലിവർ 1,80,000 multiplied by 1/4 ഇതാണല്ലോ അയാളുടെ റേഷ്യോ 1/4 അപ്പൊ എത്ര കിട്ടും 45,000 കിട്ടും ലെസ്
guaranteed profit to ആർക്കാണ്? ക്രെയിൻ. എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്? 5,000. ബാലൻസ് 40,000 ടു ക്രെയിൻ. ഇത്രയാണ് ക്രെയിനെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. 1/4 എന്ന് പറയുമ്പോൾ 45,000 ആണ് വില. പക്ഷെ ഇയാൾക്ക് ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് ഉണ്ട് 60,000. അത് നമ്മൾ 60,000. എന്നിട്ട് ഇത് രണ്ട് ആഡ് ചെയ്ത് നോക്കാം, ടാലി ആവണം, അല്ലെങ്കിൽ തെറ്റി. അപ്പോൾ 60 + 40 1 lakh, 1,80,000. ഇവിടെയും 1,80,000. അപ്പൊ മനസ്സിലായല്ലോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ആക്ച്വലി സിമ്പിൾ ആണ്, പക്ഷെ ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം 2/3 ഓഫ് ദ റിമൈനിങ്. ഓൾറെഡി ഉള്ളത് 2:1 ആയ കാരണം 2/3. അയാൾക്ക് 1/4 കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് നമ്മുടെ ഉള്ളത് 3/4 ആണ്. ഇങ്ങനെയാണ് അത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് നോക്കാം. ഇത് ശരിക്കും എസ്എ പ്രോബ്ലത്തിന്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ്. നോക്ക്, പ്രാക്ടീസ് ചെയ്ത് നോക്ക്. മനസ്സിലായിട്ടില്ലെങ്കിൽ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കണം കേട്ടോ. ഓക്കെ, ബൈ.